ഹൽവ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഹൽവയും ബജറ്റും തമ്മിലൊരു ബന്ധമുണ്ട്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ധനമന്ത്രാലയത്തിൽ നടക്കുന്ന ഒരു മധുരം വിളമ്പൽ ചടങ്ങാണിത്. ഒരു മധുരം വിളമ്പൽ ചടങ്ങ് മാത്രമായിട്ട് ഇതിനെ നമ്മൾ കാണരുത്. ബജറ്റ് രേഖയുടെ അച്ചടി നടപടികൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ഈ മധുരം വിളമ്പൽ ചടങ്ങോട് കൂടിയാണെന്നാണ് പറയുന്നത്. അതിന് പിന്നാലെ ഒരു ലോക്കിൻ പീരീഡൊക്കെ വരും, ഒരു ഹൗസ് അറസ്റ്റ് വരും. ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പിന്നീട് പുറത്തിറങ്ങാൻ പറ്റില്ല, അവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റില്ല, അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, പുറം ലോകവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ് കഴിഞ്ഞു വെച്ചാൽ ഇവരെന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ബജറ്റ് എന്ന് പറയുന്ന ഒരു ആനുവൽ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ്. ഈ ആനുവൽ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റിൻ്റെ സീക്രസി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബജറ്റ് പ്രഖ്യാപന സമയം കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും? ആ ഹൗസ് അറസ്റ്റിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇന്ത്യയിൽ ഒരുപാട് നാളുകളായിട്ട്, ഇന്ത്യയിൽ പതിറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണ് ഈ ഹൽവ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഹൽവ വിളമ്പുന്ന ചടങ്ങ് എന്ന് പറയുന്നത്. നമ്മൾ പേപ്പർലെസ് ബജറ്റിൻ്റെ ലോകത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ ബജറ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ പേപ്പർലെസ് ബജറ്റിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇന്നും ഈ ചടങ്ങ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് കേരളത്തിൻ്റെ ബജറ്റ് വന്നു. ഞാൻ ബജറ്റിൻ്റെ ബജറ്റ് പ്രസംഗമൊക്കെ വായിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഡോക്യുമെൻറ്റിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയ സമയത്ത് ഇവിടെ ഹൽവയുണ്ട്. ഈ ഹൽവ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഈ കാര്യം എന്ത് ചെയ്യേണ്ടതായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി. ഞാൻ ഈ സാധനം വായിച്ചത് ഇൻസ്റ്റഗ്രാമിലെ എൻട്രി ആപ്പിൻ്റെ ചാനലിൽ നിന്നാണ്. എന്തായാലും വളരെ വിചിത്രമായി ഇന്ത്യ പിന്തുടരുന്ന ഒരു പാരമ്പര്യമാണല്ലേ ഇത്.